ഹായ് ഹലോ സാലി റബേക്ക ബ്ലോഗിലേക്ക് വീണ്ടും എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമുക്കിന്നൊരു വഴുതനങ്ങ ഉപ്പേരി വെക്കാം. ഉപ്പേരി എന്നും പറയും, മെഴുക്കുവരട്ടി എന്നും പറയും. ഇത് രണ്ടിലും രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഉപ്പേരി വെക്കാം. വഴുതനങ്ങ എന്താ ഇതാണ് കത്തിരിക്ക വഴുതനങ്ങ എന്നൊക്കെ പറയുന്നത് ഇതാണ്. ഇതൊരു 3-4 ഉണ്ടായിരുന്നു. അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചു. ഇത് കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. ഇത്രയും വലിപ്പത്തിലുള്ളതാണ്. അത് നമുക്ക് വെക്കാം. ഞാൻ ചട്ടി അടപ്പത്ത് കഴുകി ചട്ടി അടപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ, ചട്ടി അടുപ്പിലേക്ക് വെച്ചു. ചട്ടി ചൂടാവട്ടെ. എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടുന്നു. വേണ്ട, ഞാൻ സവാള ഈ വലുപ്പത്തിൽ കീറി വെച്ചു. ഒരു 4 സവാളയുണ്ട്, കുഞ്ഞിതാട്ടോ, കുഞ്ഞിത്തറച്ചുള്ള സവാള. പിന്നെ പച്ചമുളക് നെടുക കീറി വെച്ച്. ഈ മുളകില്ലാത്തൊരു ജീവിതമില്ലാത്തതുകൊണ്ട് ഈ മുളക് വെച്ച് കടുക് പൊട്ടി നമുക്ക് എണ്ണയിലോട്ട് ഇതിട്ട് കൊടുക്കാം. എണ്ണയിൽ ഇട്ടിട്ട് കൊടുത്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് ഒരു ബ്രൗൺ കളറാവുന്ന നേരം നമുക്ക് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പിന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കത്തിരിക്ക കട്ട് ചെയ്ത് വെച്ചേക്കും. അതെനിക്ക് കാണിക്കാൻ അന്നേരം പറ്റാത്തതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് കാണിക്കാൻ 4 എണ്ണം ഉണ്ട് കേട്ടോ. ഞാൻ എന്നാലും ഈ പരുവത്തിൽ കട്ട് ചെയ്ത് ഇത്രയും വലിപ്പത്തിന് കട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇത് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കനത്തിൽ കട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്കൊന്ന് വഴറ്റിയിട്ട് വരാം. ഹലോ ഫ്രണ്ട്സ്, വേണ്ട ഇതേപോലെ വഴറ്റി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ വഴറ്റി. ഇനി നമുക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ചേക്കുന്ന വഴുതനങ്ങ ഇതിനകത്തോട്ട് തട്ടി. ഉപ്പേരി അല്ലെങ്കിൽ മെഴുക്കുവരട്ടി. ഞങ്ങൾ കൊല്ലം ജില്ലയ്ക്കകത്ത് പറയുന്ന മെഴുക്കുവരട്ടി, വേറെയുള്ള സ്ഥലങ്ങളിൽ പറയുന്ന ഉപ്പേരി. അതുകൊണ്ടാണ് ഞാൻ ഉപ്പേരി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വഴറ്റി നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ പിന്നെ ആവശ്യത്തിന് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി ഒന്നും ഇടണ്ട. മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ മുളക് പൊടി ഇടണം. ഇത് നമുക്ക് നല്ല തീ കുറച്ച് നമുക്ക് അടച്ചു വെക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ പാത്രം വെച്ച് അടച്ചു വെക്കുവാണ്. തീ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചു. ഓക്കെ, അത് കഴിഞ്ഞു. ഞാൻ അവിടെ ഇരിക്കട്ടെ. അങ്ങനെ കുറച്ച് വീട്ടുവിശേഷം പറയാം. എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് പണിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. എൻ്റെ സ്വന്തം വീട്ടിലാണ്, ജോലി വീടല്ലെന്ന് എടുത്ത് പറയണം. അതുകൊണ്ടാണ് ജോലി വീടല്ല എന്ന് പറയുന്നത്. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതാണല്ലോ നമുക്ക് വേണ്ടിയത്. എനിക്കും എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ എത്തണമെന്ന് ആഗ്രഹം കൊണ്ടായിരിക്കുമല്ലോ നമ്മളിതിനെ ഇറങ്ങി വന്നത്. പിന്നെ ഞാനും മറ്റുള്ളവർ വീഡിയോ കണ്ട് ഞാനും അവർക്കൊക്കെ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പം എന്നെ നിങ്ങളുടെ ഒരു കൂട്ടത്തിൽ ഒരാളാക്കി മാറ്റണം. എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ ആദ്യമായിട്ട് ചെയ്തു വരുവാണ്. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. നമ്മളിങ്ങനെയൊക്കെ അല്ലേ പഠിച്ചു വരുന്നത്. അപ്പം നമ്മൾ ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങാൻ പാടില്ല. ഈ വെള്ളം ഇതിനകത്ത് വരാൻ നമ്മളൊന്ന് കളയാം. അതിനകത്ത് ഒഴിക്കില്ല. ഒഴിച്ച് കഴിഞ്ഞാൽ അത് കുഴഞ്ഞു പോകും. നമുക്ക് വീണ്ടും ഇളക്കി കൊടുക്കാം. ഇളക്കി നമ്മൾ യോജിപ്പിക്കുവാണ്. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുവാണ്. ആവശ്യത്തിന് എണ്ണയെല്ലാം ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എണ്ണയുടെ ആവശ്യമില്ല. വീണ്ടും നമ്മൾ ചെറുതായിട്ട് ഞാൻ ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് പിന്നെ ഞാൻ അടയ്ക്കത്തില്ല. പിന്നെ തുറന്ന് വെച്ചാൽ കഴിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇടയ്ക്കുന്ന് അടപ്പ് മാറ്റി കവിച്ചു. അടപ്പ് ഇനിയില്ല, അടപ്പ് വെക്കാൻ തീ കുറച്ചിട്ടേക്കുവാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കത്തിരിക്ക അല്ലെങ്കിൽ വഴുതനങ്ങ ഉപ്പേരി റെഡിയായി. നമുക്ക് ചോറിൻ്റെ കൂടെ അടിപൊളിയായിട്ട് കഴിക്കാം. ഈ വഴുതനങ്ങ മെഴുക്കുവരട്ടി വേണമെങ്കിൽ നമുക്ക് ഈ ചപ്പാത്തി കഴിക്കുന്നവരില്ലേ, അതായത് ടിഫിനൊക്കെ കൊണ്ടുവന്ന ആൾക്കാരുണ്ടല്ലോ, ഓഫീസിലൊക്കെ ജോലിക്ക് പോകുന്നത്. അപ്പോൾ അവർക്ക് ഇത് നല്ലതാണ് കൊണ്ടുപോകാനും കഴിക്കാനൊക്കെ. സൂപ്പറാണ്. എനിക്കിഷ്ടമാണ് കേട്ടോ. ഞാനങ്ങനെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി കഴിക്കും. ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി, ഒന്നും കുഴയത്തില്ല. അവിടെ ഇവിടെയും തൊടാണ്ടിരുന്നു. ഈ കുഴഞ്ഞ കുടത്തില്ല. നമ്മൾ ഈ കുഞ്ഞായിട്ട് നീട്ടി അരിയത്തില്ലേ, നീട്ടി അരിയുന്നത് അത്ര കൊള്ളത്തില്ല. അപ്പോൾ നീട്ടി അരിയുമ്പോഴാണ് എല്ലാം കുഴഞ്ഞു പിടിക്കുന്നത്. അപ്പം ഞാൻ നല്ല കറക്റ്റ് പരുവത്തിലാക്കി എനിക്ക് മതി. ഞാൻ കാണിക്കാം. എൻ്റെ സ്റ്റൗ ഓഫ് ചെയ്യുവാണ്. ഞാൻ കാണിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാം. കാണിക്കാൻ ക്യാമറ അങ്ങനെ നിൽക്കുന്നുണ്ടേ, വെറുതെ ചൂടടിക്കുന്നുണ്ടേ. കണ്ടോ, കത്തിരിക്ക മെഴുക്കുവരട്ടി റെഡി. ഇതേപോലെ
കൂട്ടുകാരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളിങ്ങനെ വെക്കണേ. ഈ വെച്ച് നോക്കുക എങ്ങനെ ഉണ്ടെന്ന് പറ. അങ്ങോട്ട് ക്യാമറ അവിടെ അടുത്തോട്ട് കൊണ്ടുവരാൻ ക്യാമറ അങ്ങനെ ദൂരോട്ടിരിക്കുക. കണ്ടോ, സൂപ്പറായില്ലേ? എങ്ങനെ ഉണ്ടെന്ന് പറയണേ കൂട്ടുകാരെ. ഇതേപോലെ നിങ്ങളെല്ലാവരും ഇതൊന്നും ഉടഞ്ഞിട്ടില്ല, ഒന്നും ഞാൻ പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ അത് സ്റ്റൗ ഓഫായി. അങ്ങനെ ആ പരിപാടി അവിടെ കഴിഞ്ഞു. എല്ലാവരും ഇത് വെച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ, എനിക്ക് നിർദ്ദേശങ്ങൾ, തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാം പറഞ്ഞു തരിക. അപ്പോൾ അതനുസരിച്ചല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. നിങ്ങളുടെ എല്ലാവരുടെയും, എൻ്റെ പ്രേക്ഷകരുടെ, നല്ലവരായ പ്രേക്ഷകരുടെ സഹായവും സഹകരണവും എനിക്ക് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം. എനിക്ക് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, കമൻറ്റ് പറയണം. കമൻറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എനിക്ക് അറിയില്ലല്ലോ, ഞാനെല്ലാം തുടക്കമാണ്. എനിക്ക് എഡിറ്റ് ചെയ്ത് തരാൻ ആരുമില്ല, വീഡിയോ പിടിക്കാൻ ആരുമില്ല. ഒറ്റയ്ക്ക് നിന്നാണ് ചെയ്യുന്നത്. എൻ്റെ 2 കൈയും തന്നിരിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്ക് നിന്നാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ സ്റ്റാൻഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ എല്ലാ നല്ല കൂട്ടുകാർക്കും വീണ്ടും ഒരിക്കൽ കൂടി നന്ദി. ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ, ടാറ്റ, സീ യു, ടേക്ക് കെയർ.